മാർച്ച് 2024 നടന്ന സെക്കൻഡ് ഇയർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതില് ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 7 ഈച്ച് ക്യാരീസ് 1 സ്കോർ. 1 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണത്തിന് ഉത്തരം എഴുതുക. The maximum value of coefficient of correlation is. കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ ഏറ്റവും കൂടിയ വില 1. The time taken by a student to reach the school is an example of dash variable. ഒരു കുട്ടി സ്കൂളിൽ എത്താൻ എടുക്കുന്ന സമയം കണ്ടിന്യൂസ് വേരിയബിളിന് ഉദാഹരണമാണ്. The ratio of 2 independent chi-square variable is. അപ്പോ ന്യൂമറേറ്ററും chi-square ആണ്, ഡിനോമിനേറ്ററും chi-square ആണെങ്കിൽ എഫ് ആണ് ആൻസർ, ഓപ്ഷൻ ഡി. An estimator T is said to be an unbiased estimator for the parameter theta if expectation of T equal to theta. Option A. മലയാളത്തിലുള്ള വേർഷൻ ഇവിടെയുണ്ട്. 1 minus probability of type 2 error is power of a test. Option C ആണ് ആൻസർ. The test statistic used in ANOVA is. അനോവയിൽ യൂസ് ചെയ്തിരിക്കുന്നത് F സ്റ്റാറ്റിസ്റ്റിക് ആണ്. The sale of cotton cloth in summer is associated with dash component of time series. വേനൽക്കാലത്തെ പരുത്തി തുണികളുടെ വിൽപ്പന സമയശ്രേണിയുടെ ഡാഷ് ഘടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സീസണൽ വേരിയേഷൻ. Then answer any 10 questions from 8 to 19. Each carries 2 score. 8 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 10 എണ്ണത്തിന് ഉത്തരം എഴുതുക. 2 സ്കോർ വീതം. Write a short note on positive correlation and negative correlation between variables. Then positive correlation short note ആണ്. If 2 variables are moving together in the same direction, then the correlation is called positive correlation. അതിനുള്ള എക്സാമ്പിൾ ഉണ്ട്. If 2 variables are moving in opposite direction ആണെങ്കിൽ then the correlation is said to be negative correlation. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒരു സെന്റൻസ് എഴുതി അതിന് എക്സാമ്പിൾ എഴുതി വെച്ചാൽ മതിയാകും. Then in a regression analysis the following results are obtained. Find the standard deviation of y. ഒരു സമാശ്രയ പഠനത്തിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ താഴെ പറയുന്നു. അതിൽ BYX ഉണ്ട്, R ഉണ്ട്, സിഗ്മ എക്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ BYX ഉണ്ട്, R ഉണ്ട്, സിഗ്മ എക്സ് ഉണ്ട്. ഇവ 3 തന്നിട്ടുണ്ട്. നമുക്ക് BYXും ആറും സിഗ്മ എക്സും കൂടെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരിക. അപ്പൊ 5.11 ഈക്വൽ ടു സിഗ്മ വൈ ആണെന്ന് കിട്ടും. ഓക്കെ. Then find the derivative of the following function. താഴെ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. അപ്പൊ ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രം കണ്ടുപിടിച്ചാൽ മതിയാവും. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇതാ y ഈക്വൽ ടു x² പ്ലസ് 3x പ്ലസ് 4. Then dy by dx ഈക്വൽ ടു d by dx ഓഫ് ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ 2x പ്ലസ് 3 ആണ് ആൻസർ. Then evaluate the following definite integral. ഈ ഇന്റഗ്രൽ 0 to 1 x² dxനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഈ x² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് x³ by 3 ആണ് കിട്ടുക. ഇതിനെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/3 ആൻസർ. A fair coin is tossed 16 times. Find the mean and variance of the number of heads obtained. ഒരു നാണയം 16 തവണ കറക്കുന്നു. കിട്ടുന്ന തലകളുടെ എണ്ണത്തിന്റെ മീനും വേരിയൻസും കാണുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോ കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുക. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീന് NP ആണ്, വേരിയൻസ് NPQ ആണ്. അതിനു വേണ്ടിയിട്ട് 16 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഇതാണ്, ടെയില് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. ബൈനോമിയൽ f(x) എഴുതി. അപ്പൊ n 16 ആണ്, p 1/2 ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീന് NP 8, NPQ ആണെങ്കിൽ 4. റൈറ്റ് ഡൗൺ എനി 4 പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ കർവ്. നോർമൽ കർവിന്റെ ഏതെങ്കിലും 4 പ്രോപ്പർട്ടീസ് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മളെ ടെക്സ്റ്റ് ബുക്കില് 11 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ 11 പ്രോപ്പർട്ടീസില്
ഏതെങ്കിലും 4 എണ്ണം എഴുതുക. Then 14th question. If a sample of size 2 is taken from the population 2, 3, 5 without replacement, 2, 3, 5 എന്ന സമഷ്ടിയിൽ നിന്നും തിരികെ വെക്കാത്ത രീതിയിൽ ക്രമരഹിത പ്രതിരൂപണത്തിലൂടെ സാമ്പിൾ എടുത്തു. അതായത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റിലൂടെ എടുത്തു കഴിഞ്ഞാല് സമഷ്ടിയുടെ മീനിന്റെ മാധ്യത്തിന്റെ മാധ്യം കാണുക. ഫൈൻഡ് ദ മീൻ ഓഫ് ദ സാമ്പിൾ മീൻ എന്നാണ് ക്വസ്റ്റ്യൻ. പോപ്പുലേഷനിൽ 2, 3, 5 3 എലമെന്റ്സ് ഉണ്ട്. ക്യാപിറ്റൽ N 3 ആണ്. ഇതിൽ നിന്ന് സാമ്പിൾ 2 എണ്ണം വെച്ചിട്ട് വേണം എടുക്കാൻ. അപ്പൊ 2 NCN സാമ്പിൾസ് ഉണ്ടാവും. അപ്പൊ അതായത് 3 സാമ്പിൾസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിനെ കോമ്പിനേഷൻ ചെയ്തു. അപ്പൊ 2, 3 ഒരു പെയറായി, 2, 3 ഒരു പെയർ, 2, 5 നെക്സ്റ്റ് പെയറായി, 3, 5 എന്നുള്ളത് നെക്സ്റ്റ് പെയറായി. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിന്റെ സാമ്പിൾ മീനുകൾ കണ്ടുപിടിച്ചു. അതിന്റെ ടോട്ടൽ 10. ഓക്കെ, ഇനി മീൻ ഓഫ് ദ സാമ്പിൾ മീൻ പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഈ സാമ്പിൾ മീനിന്റെ മീന്. അപ്പൊ 10 ഡിവൈഡഡ് ബൈ 1, 2, 3 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3.33. നെയിം ദ 4 പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് എസ്റ്റിമേറ്റർ. ഒരു ഗുഡ് എസ്റ്റിമേറ്ററുടെ പ്രോപ്പർട്ടീസ്, 4 പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു മികച്ച ഗണകത്തിന്റെ, ഒരു ഗുഡ് എസ്റ്റിമേറ്ററിന്റെ 4 ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻ എസ്റ്റിമേറ്റർ ഈസ് സെഡ് ടു ബി എ ഗുഡ് എസ്റ്റിമേറ്റർ ഇഫ് ഇറ്റ് ഈസ് അൺബയസ്ഡ്, കൺസിസ്റ്റന്റ്, എഫിഷ്യന്റ്, സഫിഷ്യന്റ്. ഈ 4 പോയിന്റ് ആണ് എഴുതാനുള്ളത്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ അസൈനബിൾ കോസസ് ആൻഡ് ചാൻസ് കോസസ് ഓഫ് വേരിയേഷൻ ഇൻ അനോവ. അനോവയിലുള്ള ചാൻസ് കോസസും അസൈനബിൾ കോസസും എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ദ കോസസ് ഓർ ഫാക്ടേഴ്സ് ഹൂസ് എഫക്ട്സ് ക്യാൻ ബി മെഷേർഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ റിസർച്ചർ ആർ കാൾഡ് അസൈനബിൾ കോസസ്. കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മെഷർ ആണെങ്കിൽ അസൈനബിൾ കോസസും, ആൻഡ് ദ കോസസ് ഓർ ഫാക്ടേഴ്സ് ഹൂസ് എഫക്ട്സ് ആർ ബിയോണ്ട് ദ ഹ്യൂമൻ കൺട്രോൾ. നമ്മളെ കൺട്രോളിന്റെ അപ്പുറത്താണ് കോസസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എങ്കിൽ അതിന് പറയുന്ന പേരാണ് ചാൻസ് കോസസ്. Then 17th question. Control chart for X bar and R chart are maintained on the tensile strength in kg of certain yarn. The subgroup size is 5. The value of X bar and R are computed for each subgroup. Sum of average of 25 subgroup is sigma X bar equal to 514.8, sigma R equal to 120. കമ്പ്യൂട്ട് കൺട്രോൾ ലിമിറ്റ് ഫോർ എക്സ് ബാർ ചാർട്ട്. A2ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അതായത് ഒരു ചരടിന്റെ ബലം പരിശോധിക്കുന്നതിനായുള്ള നിയന്ത്രണ ചാർട്ടുകൾ ഉണ്ടാക്കി. ഉപഗ്രൂപ്പിന്റെ വലിപ്പം 5 ആണ്. ഓരോ സാമ്പിളിന്റെയും സബ് ഗ്രൂപ്പ് 5 എണ്ണം വെച്ചിട്ടാണ്. അപ്പോൾ ടോട്ടൽ 25 സാമ്പിൾസ് ആണ് ഉള്ളത്. 25 എണ്ണത്തിലും 5 എണ്ണം വെച്ചിട്ടുള്ള ഡാറ്റയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 25 ഉപഗ്രൂപ്പുകളുടെ സിഗ്മ എക്സ് ബാറും തന്നിട്ടുണ്ട്, സിഗ്മ ആറും തന്നിട്ടുണ്ട്. എക്സ് ബാർ ചാർട്ടിന്റെ കൺട്രോൾ ലൈൻസ്, കൺട്രോൾ ലിമിറ്റ് UCL, LCL, CL ഇവ 3ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് ബാർ ചാർട്ടിന്റെ CL എന്ന് പറഞ്ഞാല് സിഗ്മ എക്സ് ബാർ ബൈ N ആണ്. സിഗ്മ എക്സ് ബാർ 514.8 ബൈ N 25. അപ്പൊ 20.592. സിഗ്മ 6 തന്നിട്ടുണ്ട്. അപ്പൊ സിഗ്മ 6 പറഞ്ഞാല് റേഞ്ചിന്റെ ടോട്ടലാണ്. അപ്പൊ ടോട്ടലിന് ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റും. അത് 4.8 ആണെന്ന് കിട്ടി. ഇനി വേണ്ടത് കൺട്രോൾ ലിമിറ്റ് ആണ്. അപ്പൊ കൺട്രോൾ ലിമിറ്റിൽ ആദ്യത്തത് CL നമ്മളെ വാല്യൂ ഇതാണ്. ഇനി വേണ്ടത് UCLന്റെ ഫോർമുല എക്സ് ബാർ ബാർ പ്ലസ് A2 R ബാർ ആണ്. എക്സ് ബാർ ബാർ ആണ് കൺട്രോൾ ലൈന്. പ്ലസ് A2ന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. 0.577 ഇൻറ്റു 4.8. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ആൻസർ കിട്ടും. ആ കിട്ടുന്ന ആൻസർ കൂടെ ഇത് സം ചെയ്തു. അപ്പൊ 23.36. സിമിലർലി LCL കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എക്സ് ബാർ ബാർ മൈനസ് A2 R ബാർ ആണ്. എക്സ് ബാർ ബാറിന്റെ വാല്യൂ ഇതാണ്, മൈനസ് A2 0.577 ഇൻറ്റു 4.8. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയത് 2.7696. അപ്പോൾ ഒന്ന് ഇവിടെ പ്ലസും അടുത്തത് മൈനസും ആണ്. ഇതാണ് കൺട്രോൾ ലിമിറ്റ്സിന്റെ വാല്യൂസ്. ക്വസ്റ്റ്യൻ നമ്പർ 18. വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് എ ടൈം സീരീസ്? സമയശ്രേണിയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് ഇൻ ദ ടൈം സീരീസ് ദർ ആർ 3 ടൈപ്സ് ഓഫ് കമ്പോണന്റ്. 3 കമ്പോണന്റ് ആണ്. ഒന്ന് സെക്യുലാർ ട്രെൻഡ്,
പീരിയോഡിക് മൂമെന്റ്സിന് രണ്ട് സബ്ഡിവിഷൻ ഉണ്ട്, സൈക്ലിക്കൽ വേരിയേഷനും സീസണൽ വേരിയേഷനും. ദെൻ ലാസ്റ്റ് വൺ ഇറഗുലർ വേരിയേഷൻ. അപ്പൊ 3 കമ്പോണന്റ്. 19th ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കൺസ്ട്രക്ട് സിമ്പിൾ അഗ്രിഗേറ്റ് ഇൻഡെക്സ് നമ്പർ ഫോർ 2014 ടേക്കിംഗ് 2011 ആസ് ദ ബേസ്. താഴെ തന്നിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ച് 2011 ആസ്പദമാക്കിയുള്ള 2014 വില സൂചികാങ്കം കാണുക. അപ്പോ 2014 ഈ പ്രൈസ് ഉണ്ടല്ലോ, 2014 വില, ഇതില് പഴയ പ്രൈസ് P0യും പുതിയ പ്രൈസ് P1 ആണ്. 32, 88, 40, 22. ദെൻ 2011 28, 75, 35, 18. അപ്പൊ നോക്കൂ, ടെക്സ്റ്റിൽ വർക്ക്ഔട്ട് ചെയ്ത പ്രോബ്ലം തന്നെയാണ്. 156 ടോട്ടല്, 182 ടോട്ടല്. സിമ്പിൾ അഗ്രിഗേറ്റ് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ദിസ് വൺ. അപ്പൊ ഇതില് P1 182നെ 156 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 കാൽക്കുലേറ്റ് ചെയ്തു. 116.66 ആൻസർ. Answer any 6 questions from 20 to 27. Each carry 4 score. 20 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. 4 സ്കോർ വീതമാണ്. The following data relate to time spent for exercising daily in minutes X and blood pressure Y of a group of patient. ഡാറ്റ തന്നിട്ടുണ്ട്. എക്സിന്റെ മീന്, വൈന്റെ മീന്, എക്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വൈന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോറിലേഷൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ്. റിഗ്രഷൻ ലൈൻ, വൈ ഓൺ എക്സിന്റെ റിഗ്രഷൻ ലൈനും കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റ് ദ ബ്ലഡ് പ്രഷർ ഓഫ് എ പേഴ്സൺ ഹൂ എക്സസൈസ്ഡ് 70 മിനിറ്റ്സ്. ദിവസേന 70 മിനിറ്റ്സ് വ്യായാമം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദം എത്രയാണെന്ന് കണക്കാക്കുക എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. തൊട്ട് മുമ്പിലുള്ള ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ വർക്ക്ഔട്ട് ആയിരുന്നുവെങ്കിൽ ഈ ചോദ്യം നമ്മളുടെ അതേ ടെക്സ്റ്റ് ബുക്കില് എക്സസൈസിലുള്ള പ്രോബ്ലം ആണ്. സെയിം വാല്യൂസ് തന്നെയാണ്. 60, 100, 20, 15. നോക്കുക, കോറിലേഷൻ കോഎഫിഷ്യന്റ് -0.81. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളത് കൂടെ പറയാം. റിഗ്രഷൻ ലൈൻ വൈ ഓൺ എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വൈ ഓൺ എക്സ് ആകുമ്പോൾ റിഗ്രഷൻ ലൈനിന്റെ ഫോർമുല y മൈനസ് വൈ ബാർ ഈക്വൽ ടു BYX ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എന്നുള്ളതാണ് ഫോർമുല. അപ്പൊ ഇതിൽ നിന്ന് ഇനി BYX കാൽക്കുലേറ്റ് ചെയ്യണം. BYX കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ ഈ ടേബിൾ വാല്യൂ തന്നിരിക്കുന്നത്. BYXന്റെ ഫോർമുല എന്താന്ന് വെച്ചാല് R ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ് ആണ്. അപ്പൊ R -0.81 ഇവിടെ തന്നിട്ടുണ്ടല്ലോ കോറിലേഷൻ കോഎഫിഷ്യന്റ്, ഇൻറ്റു സിഗ്മ വൈ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ 15 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് 20. കാൽക്കുലേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -0.607 വന്നു. ഓക്കെ, അപ്പൊ ഈ BYXന്റെ പ്ലേസിൽ ആ വാല്യൂ ഇവിടെ ഒരു 5 കൂടി ഉണ്ട്. BYXന്റെ പ്ലേസിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ A ക്വസ്റ്റ്യനുള്ള ആൻസർ ആയി. ഇനി വേണ്ടത് എക്സിന്റെ വാല്യൂ 70 ആവുമ്പോൾ കറസ്പോണ്ടിങ് വൈ വാല്യൂ എന്താണ്. അപ്പൊ ഇവിടെ എക്സിന്റെ പ്ലേസിൽ എത്ര ഇട്ട് കൊടുക്കുക, 70 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്ത് വന്നു. അപ്പൊ 70 മൈനസ് 60 പറഞ്ഞാല് 10. ഈ കിട്ടിയ വാല്യൂനെ ഇൻറ്റു 10 ചെയ്തു. അപ്പൊ ഇതാണ് ആൻസർ. ദെൻ വൈ ഈക്വൽ ടു ഈ വാല്യൂ ഈ -100 ഇങ്ങേ ഭാഗത്ത് വന്നപ്പോ +100 ആയി മാറി. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യും. വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുത്തു. അപ്പൊ 93.925. ഓക്കെ, then a random variable x has the following probability distribution. x ന്റെ വാല്യൂസ് ഉണ്ട്, പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കണം, വേരിയൻസ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ മലയാളം വേർഷൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല സിഗ്മ എക്സ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ്. അപ്പൊ സിഗ്മ എക്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ വാല്യൂ 1, -1, -1 ഇൻറ്റു 0.4 പ്ലസ് 0 ഇൻറ്റു 0.3 പ്ലസ് 1 ഇൻറ്റു 0.3. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്തു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -0.1. ഇനി വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ വേണം. ആ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ്. അപ്പൊ എക്സിന് സ്ക്വയർ ചെയ്യണം. -1ന്റെ സ്ക്വയർ ഇൻറ്റു കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി പ്ലസ് 0ന്റെ സ്ക്വയർ ഇൻറ്റു കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി പ്ലസ് 1ന്റെ സ്ക്വയർ ഇൻറ്റു കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി. സോൾവ് ചെയ്യുമ്പോൾ 0.7. എന്നിട്ട്
0.7ൽ നിന്ന് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പറഞ്ഞാല് -0.1ന്റെ സ്ക്വയർ മൈനസ് ചെയ്യുക. അപ്പൊ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവായി മാറി. അപ്പൊ ഈ മൈനസ് മാത്രമേ പിന്നീട് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. 0.7ൽ നിന്ന് 0.1 പോയാൽ കിട്ടുന്നത് 0.6 ആണ് ആൻസർ. For a random variable x following Poisson distribution with lambda equal to 0.1. അപ്പോൾ ഒരു വേരിയബിള് എക്സ് പോസോൺ വിതരണമാണ്, അതിന്റെ ലാംഡ 0.1 ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 കണ്ടുപിടിക്കണം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് അറ്റ്ലീസ്റ്റ് 2. 2 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. അപ്പൊ ആദ്യം പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യണമെന്നല്ലേ പറയണേ. അപ്പൊ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എഴുതി കൊടുത്തു. e raised to minus lambda, lambda raised to x by x factorial, x റേഞ്ച് ചെയ്യുന്നത് 0, 1, 2, 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ക്ലിയർ ആയല്ലോ. ഇനി ലാംഡയുടെ പ്ലേസിൽ 0.1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇങ്ങനെ വെച്ചു. ആദ്യത്തെ ചോദ്യം എക്സിന്റെ വാല്യൂ എത്രയാവണം? 2 ആവണം. അപ്പൊ ഇതില് എക്സ് ഉള്ള പ്ലേസിൽ 2 ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഇത് എക്സിന്റെ പ്ലേസിൽ 2 ആയി, 2 ഫാക്ടോറിയൽ ആയി. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതാണ് കിട്ടുക. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ e raised to -0.1ന്റെ വാല്യൂ തന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ എഴുതി നിർത്തിയാലും മതി. ഇങ്ങനെ സ്റ്റെപ്പിൽ എഴുതിയാലും മാർക്ക് കിട്ടുമെന്ന് കരുതണോ? അല്ല, ഇങ്ങനെ എത്തിച്ചാലും സെയിം തന്നെയാണ്. ഓക്കെ. ഇനി പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് എക്സിന്റെ വില കുറഞ്ഞത് 2 ആണ്. അപ്പൊ കുറഞ്ഞത് 2 ആണെന്ന് പറയുമ്പോൾ 2ഓ 2ൽ കൂടുതലോ ആവാം. അതാണ് ഇവിടെ നൊട്ടേഷൻ ചെയ്തിട്ടിരിക്കുന്നത്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പൊ ഗ്രേറ്റർ ദാൻ 2 പറയുമ്പോൾ 2 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് ആവാം. അത് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിന്റെ റിവേഴ്സ് പ്രോസസ്സ് നമ്മൾ എടുക്കും. 1ൽ നിന്ന് ഈ 2 വരെയുള്ള 2നേക്കാൾ താഴെ വരെയുള്ള പ്രോബബിലിറ്റി മൈനസ് ചെയ്യുക. അപ്പൊ 2നേക്കാളും താഴെയുള്ള വാല്യൂ പറഞ്ഞാൽ എക്സ് റേഞ്ച് ചെയ്യുന്നത് പോസോൺ ഡിസ്ട്രിബ്യൂഷനിൽ എക്സ് റേഞ്ച് ചെയ്യുന്നത് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. അപ്പൊ 2നേക്കാളും താഴെ പറയുമ്പോൾ 0ഉം 1ഉം ഇവ 2ഉം ആണ് വരുന്ന നമ്പേഴ്സ്. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി എക്സിന്റെ വാല്യൂ 0 ആവുമ്പോൾ പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി എഴുതിയിട്ടു. എക്സിന്റെ വാല്യൂ 1 ആവുമ്പോഴുള്ള പ്രോബബിലിറ്റി എഴുതിയിട്ടു. ഇനി എനി പവർ റേസ് ടു 0 പറഞ്ഞാൽ 1 ആണ്. അങ്ങനെയാണ് ഇവിടെ ഈ 1 കിട്ടിയത്. 0 ഫാക്ടോറിയൽ പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. ദെൻ 0.1 റേസ് ടു 1. ഇതിന് ഒരു തവണ പറയുമ്പോൾ ഇതേ നമ്പർ ഡിവൈഡഡ് ബൈ 1. ക്ലിയർ അല്ലേ? ഇതില് 2 ഭാഗത്തും e raised to -0.1 ഉണ്ട്. അപ്പൊ അതിന് കോമൺ ആയിട്ട് വെളിയിലെടുത്തു. e raised to -0.1. ഇപ്പൊ റിമൈനിങ് ഉള്ളത് ആരൊക്കെ ഉള്ളൂ? ഒരു 1ഉം 0.1ഉം അത്രേ വെളിയിൽ ഉണ്ടാവുള്ളൂ. അതിനിങ്ങനെ ആക്കി വെച്ചു. ഇനി ഇത്രയൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ ഇതുവരെ ചെയ്ത് അവസാനിപ്പിച്ചാലും മതി. കാരണം e raised to -0.1ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. Then question number 23. In an examination, 600 students have appeared for a paper in economics. ഒരു സാമ്പത്തിക ശാസ്ത്ര പരീക്ഷയിൽ 600 കുട്ടികൾ പങ്കെടുത്തു. അവരുടെ ശരാശരി മാർക്ക് നോർമൽ വിതരണം പിന്തുടരുന്നു. അതിന്റെ മീന് 40ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10ഉം ആണെങ്കിൽ 30 മാർക്കിനും 50 മാർക്കിനും ഇടയിൽ കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പ്രോബബിലിറ്റി ഓഫ് 30 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 50 ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുമ്പോൾ കിട്ടുന്ന പ്രോബബിലിറ്റിന്റെ കൂടെ എന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് കുട്ടികളുടെ എണ്ണം n. അപ്പൊ നോക്കൂ, ഇതാ ഇങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 30ന്റെയും 50ന്റെയും ഇടയിൽ എക്സ് വെച്ചിട്ട് സ്റ്റാൻഡേർഡ് നോർമലിലെ ടേബിൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അതിലേക്ക് ട്രാൻസ്ഫോർമേഷൻ വരുത്തി എക്സ് മൈനസ് മ്യൂ എന്നാക്കി മാറ്റിയപ്പോൾ 30ൽ നിന്നും മ്യൂ മൈനസ് ചെയ്തു, സിഗ്മ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെയും എക്സിൽ നിന്നും മ്യൂ മൈനസ് ചെയ്തു, സിഗ്മ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി 30ൽ നിന്നും 40 പോയ -10/10 രണ്ട് ഭാഗത്തും വന്നു. -1 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 1 ആയി മാറി. അപ്പൊ -1 മുതൽ 0 വരെയുള്ള പ്രോബബിലിറ്റിന്റെ കൂടെ 0 മുതൽ +1 വരെയുള്ള പ്രോബബിലിറ്റി കൂട്ടുക. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്താലും മതിയായിരുന്നു? 2 ടൈംസ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 1 എഴുതിയാലും മതി. അപ്പോൾ 2 ഇൻറ്റു ഈ പ്രോബബിലിറ്റി 0.3413 പറഞ്ഞിട്ട് ചെയ്ത് കിട്ടുന്ന നമ്പറിന്റെ കൂടെ 600 ചെയ്താലും സെയിം ആൻസർ ആയിരിക്കും വരിക. ഇനി
-1 മുതൽ 0 വരെയുള്ള പ്രോബബിലിറ്റി നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലാസ്റ്റ് പേജിൽ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 1.0, 0.3413 അങ്ങനെയാണ് ഈ ടേബിൾ വാല്യൂ കിട്ടിയിരിക്കുന്നത്. ഓക്കെ. Question number 24. Explain the concept of statistic and parameter with an example each. അതായത് പാരാമീറ്റർ, സ്റ്റാറ്റിസ്റ്റിക് എന്നിവ ഉദാഹരണ സഹിതം വിവരിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. A parameter is a measurable characteristic of a population. പോപ്പുലേഷനെ കുറിച്ച് മെഷർ ചെയ്യാനുള്ള ഏതൊരു ക്യാരക്ടറിസ്റ്റിക്കിനെയും പാരാമീറ്റർ എന്ന് പറഞ്ഞു വിളിക്കുന്നു. അതേസമയം സാമ്പിളിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഏതൊരു ക്യാരക്ടറിസ്റ്റിക്കും സ്റ്റാറ്റിസ്റ്റിക് ആണ്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. മീൻ ആണെങ്കിൽ സാമ്പിളിന്റെ സ്റ്റാറ്റിസ്റ്റിക് എക്സ് ബാർ എന്നും പാരാമീറ്റർ ആകുമ്പോൾ മ്യൂ എന്നും ആയി മാറും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് എസ് എന്നും പോപ്പുലേഷൻ ആണെങ്കിൽ സിഗ്മ എന്നും ആയിട്ടാണ് എഴുതുക. വേരിയൻസ് ആണെങ്കിൽ സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് എസ് സ്ക്വയർ എന്നും പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ട് സിഗ്മ സ്ക്വയർ എന്നുമാണ് പറയാറുള്ളത്. Then question number 25. The mean weight of a sample of 100 students is 52 kilograms with a standard deviation 3 kilograms. Can it be considered as a sample taken from a normal population having mean greater than 50 kilograms at 1% level of significance? അതിന്റെ മലയാളം വേർഷൻ 100 കുട്ടികളുള്ള ഒരു സാമ്പിളിന്റെ ഭാരത്തിന്റെ മാധ്യം, അതായത് മീന് 52 കിലോഗ്രാമും മാനക വ്യതിയാനം അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 കിലോഗ്രാമും ആണ്. ഈ സാമ്പിൾ മാധ്യം 50 കിലോഗ്രാമിൽ കൂടുതലുള്ള ഒരു നോർമൽ സമഷ്ടിയിൽ നിന്ന് എടുത്തതാണെന്ന് കരുതാൻ 1% സാർത്ഥക തലത്തിൽ കഴിയുമോ എന്ന് പരിശോധിക്കുക. എന്നിട്ട് Z ആൽഫയുടെ വാല്യൂ 2.33 എന്ന് തന്നിട്ടുണ്ട്. ബുക്കിൽ സെയിം ക്വസ്റ്റ്യൻ ആണ്. ദ മീൻ വെയിറ്റ് ഓഫ് എ സാമ്പിൾ ഓഫ് 100 സ്റ്റുഡന്റ് ഈസ് 52 kilograms with standard deviation 3 kg. Can it be considered as a sample taken from normal population എന്ന് പറഞ്ഞിട്ട് സെയിം ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. 100 പേരാണ്. സാമ്പിളിന്റെ മീന് തന്നിട്ടുണ്ട്, സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. മ്യൂവിന്റെ വാല്യൂ ഇവിടെ എത്രയാന്ന് പറയേണ്ട 50 കിലോഗ്രാം. ഈ സാമ്പിൾ മധ്യ 50 കിലോഗ്രാമിൽ കൂടുതലുള്ള ഒരു നോർമൽ സമഷ്ടിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണെന്ന് കരുതാൻ വഴിയുണ്ടോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം. അപ്പൊ മ്യൂ ഈക്വൽ ടു 50 kg ആണ്. ഗ്രേറ്റർ ദാൻ കൂടുതലാണോ എന്ന് ചോദിക്കുമ്പോൾ H1 മ്യൂ ഗ്രേറ്റർ ദാൻ 50 kg. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്. ഇതിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6.66 എന്ന് വന്നു. കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ആണ് 6.66. ടേബിൾ വാല്യൂ 2.33 ആണ്. കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ വലുതാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, H0 റിജക്ട് ചെയ്യും. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലും സെയിം ഇവിടെ എഴുതിയിട്ടുണ്ട് 6.67 ഗ്രേറ്റർ ദാൻ ആണ് വന്നിരിക്കുന്നത്. സോ വി ഡിസൈഡഡ് ടു റിജക്ട് H0. ഓക്കെ. ദെൻ ദ ഇൻകംപ്ലീറ്റ് ANOVA ടേബിൾ ഓഫ് എ സ്റ്റഡി ഈസ് ഗിവൺ ബിലോ. കംപ്ലീറ്റ് ദ ഫീൽഡ് ആൻഡ് ഇന്റർപ്രറ്റ് ദ റിസൾട്ട്. ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ANOVA ടേബിൾ ആണ് തന്നിരിക്കുന്നത്. ഇതിനെ കംപ്ലീറ്റ് ചെയ്യും വേണം, എന്നിട്ട് ഇന്റർപ്രറ്റ് ചെയ്യും വേണം. അപ്പൊ പണ്ട് അപ്പൊ നമുക്കിത് അറിയാം. ഈ റോ വരുന്നത് ടോട്ടൽ എന്നുള്ളതാണ്. അപ്പൊ 5ന്റെ കൂടെ ഏതോ ഒരു നമ്പർ കൂട്ടുമ്പോഴാണ് 24 കിട്ടുക. എത്ര കൂട്ടിയിട്ടുണ്ടാവണം? 19 കൂട്ടിയിട്ടുണ്ടാവണം. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ ഈ 12 കിട്ടുന്നത് ഏതോ ഒരു നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? 12 കിട്ടുക. അപ്പൊ ഈ നമ്പർ കിട്ടാൻ A ഈക്വൽ ടു 12 into 5 ആണ്. അതായത് 60 ആണ് ഇവിടുത്തെ ആൻസർ. 60യും 76ഉം ഇവരുടെ ടോട്ടലാണ് ഇവിടെ വരേണ്ടത്. അപ്പൊ 60ഉം 76ഉം കൂടെ കൂട്ടുമ്പോൾ 136 കിട്ടി. 76നെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇവിടത്തെ വാല്യൂ കിട്ടുക 4 ആയി. 12 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 3 കിട്ടി. കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ 3 ആണ്. ടേബിൾ വാല്യൂ 4.17 ആണ്. ഏതാണ് വലുത്? ടേബിൾ വാല്യൂ വലുതാണ്. അതുകൊണ്ട് H0 എന്ത് ചെയ്യും? നമ്മള് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ. The following data shows the value of range R for 10 samples of size 5 each. Calculate the value for central line and control limit for range chart. Also draw the control chart and determine whether the process is under control.
അപ്പോൾ 5 എണ്ണം വീതമുള്ള 10 സാമ്പിളുകളുള്ള ഒരു ഡാറ്റയുടെ വിലയാണ് ചുവടെ തന്നിരിക്കുന്നത്. റേഞ്ചിന്റെ മധ്യരേഖയും നിയന്ത്രണ പരിധിയും കണക്കാക്കണം. എന്നിട്ട് എന്തും കൂടെ വേണം, ആർ ചാർട്ടും കൂടെ വരയ്ക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സെയിം ക്വസ്റ്റ്യൻ 15th 1 to 10 വരെയുള്ള സാമ്പിൾസ്. ഇതിലെ റേഞ്ച് കോളം 4 7 4 8 8 5 7 4 8 4 7 9 റേഞ്ച് ഡാറ്റാസ് മാത്രം. എക്സസൈസ് പ്രോബ്ലം തന്നെയാണ്, പക്ഷെ മീൻ വാല്യൂ ഇല്ല, പകരം ആരേ ഉള്ളൂ, റേഞ്ചേ ഉള്ളൂ. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ റേഞ്ച് ചാർട്ട് ആണെങ്കിൽ അതിന്റെ ലിമിറ്റുകള് CL ഈക്വൽ ടു R ബാർ എന്നാണ് പറയാ. R ബാർ പറഞ്ഞാൽ ഇതിന്റെ എല്ലാം കൂടിയുള്ള ആവറേജ് ആണ്. എല്ലാം കൂടെ കൂട്ടുമ്പോ സിഗ്മ R ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 63 ആണ്. R ബാർ എന്ന് പറഞ്ഞാൽ 63നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അങ്ങനെയാണ് 6.3. 10 എങ്ങനെ വന്നു, ഈ സാമ്പിൾ നമ്പർ 10 എണ്ണാണ്. ഓക്കെ, അതാണ് R ബാർ. ഇനി UCL കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല D4 R ബാർ ആണ്. 2.115 ആണ് D4. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇൻറ്റു R ബാർ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദിസ് വൺ. ഇനി LCL D3 R ബാർ ആണ്. D3 പറഞ്ഞാൽ 0 ആണ്. അപ്പൊ 0 × 6.3 0 തന്നെ കിട്ടും. എന്ന് ആർ ചാർട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ ചെയ്യണ പോലെ വരഞ്ഞു. എന്നിട്ട് സാമ്പിൾ നമ്പേഴ്സ് 1 2 3 4 5 6 7 8 9 10 മാർക്ക് ചെയ്തു. വാല്യൂ നമുക്ക് കിട്ടിയത് എത്രയാണ്, 6.3 ആണ്. CL 6.3 ആണ്. LCL 0 ആണ്. UCL വന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ 13.32 ആണ്. സിമിലർലി ഇവിടെ നമ്മൾ 1 2 3 4 5 6 7 8 9 ഇട്ട് പോയി. 13.32 ഇതാണ് UCL. LCL 6.3, ഇത് 6.3 ആണ്. ഈ ലൈനാണ് 0, ഇത് LCL ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, ഇനി സാമ്പിൾ 1ന് നേരെ 7 റേഞ്ച്. അപ്പൊ സാമ്പിൾ 1ല് 7 മാർക്ക് ചെയ്തു, സാമ്പിൾ 2ല് 4 മാർക്ക് ചെയ്യാം, സാമ്പിൾ 3ല് 8 മാർക്ക് ചെയ്തു. അപ്പൊ നോക്കുക, എല്ലാ പോയിന്റ്സും ഈ 3 ലൈനിന്റെയും ഉള്ളിലാണ് ലൈ ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, ദ പ്രോസസ് ഈസ് അണ്ടർ കൺട്രോൾ ആണ്. അപ്പൊ തൽക്കാലം നമുക്ക് ഇങ്ങനെ നോക്കിയാലേ മനസ്സിലാവും. UCL 13 പോയിന്റ് ആണ്. ഈ 13നേക്കാളും കൂടുതലുള്ള ഒരു നമ്പേഴ്സും തന്നിരിക്കുന്ന സെറ്റിൽ ഇല്ല. LCL 0 ആണ്. 0നേക്കാളും ചെറുതായ നമ്പേഴ്സും ഇല്ല. അപ്പൊ എന്താണ്, ദ പ്രോസസ് ഈസ് അണ്ടർ കൺട്രോൾ ആണ്.